മമ്മൂട്ടി അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രം എന്തായാലും ഇതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരാഴ്ചയോടെ കാണും മാക്സിമം മമ്മൂട്ടിക്കുള്ള ഇത്. അത് കഴിയുമ്പോൾ മമ്മൂട്ടിയുടെ ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് കഴിയും. എന്തായാലും ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എനിക്കൊന്നൊരു ചാനലിലൂടെ ആദ്യമായിട്ടായിരിക്കും പുറത്തു വരുന്നത്. മമ്മൂട്ടിയുടെ അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അനന്തരമാണ്, മതിലുകൾ, വിധേയൻ. ഈ മതിലുകളും വിധേയനും മറ്റേ മമ്മൂട്ടി ചെറിയ കഥാപാത്രം മാത്രമേ ഉള്ളൂ. മതിലുകളും വിധേയനും ദേശീയ അവാർഡ് കിട്ടിയ ചിത്രങ്ങളാണ്, രണ്ട് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയതാണ്. ഇവരൊന്നിക്കുന്നു എന്ന് പറയുമ്പം വളരെ ഗംഭീര ഒരു റീയൂണിയൻ തന്നെയാണ് മമ്മൂട്ടിയും അടൂർ ഗോപാലകൃഷ്ണൻ. ഇതിനകത്ത് മമ്മൂട്ടിയുടെ കഥാപാത്രം ഡോക്ടറാണ്. നേരത്തെ നമ്മളത് ആദ്യമേ പറഞ്ഞിരുന്നു. ഇതിലെ കഥാപാത്രം ഡോക്ടറാണ്, ഡോക്ടർ ദേവദാസ്. ഇത് 2008, 2010 വയനാട്ടിലൊക്കെ നടന്ന ഒരു കഥയാണ്, ഒരു റിയൽ സ്റ്റോറി ആണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അവന്റെ ടീം റിവീൽ ചെയ്യുമ്പോൾ പറയാം. എന്തായാലും ഗംഭീര അഭിനയ സാധ്യതയുള്ള സിനിമയായിരിക്കും. മമ്മൂട്ടി ഇതിനകത്ത് ഡോക്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം പൈസ ഒന്നും മേടിക്കാതെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ്. ഇന്ദ്രൻസൊക്കെ ഒരു മുഴുനീള കഥാപാത്രം അഭിനയിക്കുന്നുണ്ട്. എന്തായാലും അഭിനയ സാധ്യത ഉള്ളതും മമ്മൂട്ടിക്ക് അടുത്തൊരു ദേശീയ അവാർഡിനോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനോ ഒക്കെ പോകാൻ സാധ്യതയുള്ള നല്ല സിമ്പിളും എന്നാൽ ഗംഭീരമാകുന്ന ഒരു സിനിമയായിരിക്കാം മമ്മൂട്ടിയുടെ പുത്തൻ അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രം പദയാത്ര.